ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ ഓവണിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് മോർഫി റിച്ചാർഡിൻ്റെ 24 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ഓവണായിരുന്നു. അത് ഞാൻ ഇപ്പം നാട്ടിലായപ്പോൾ ഇവിടെ ഓവൺ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഈ ഒരു ബോറോസിലിൻ്റെ 42 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഓവൺ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും മോർഫി റിച്ചാർഡ് യൂസ് ചെയ്തു. ഒരു 10 വർഷത്തിൻ്റെ അടുത്തായി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും മോർഫി റിച്ചാർഡിൻ്റെ പേരായിരുന്നു എനിക്ക് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ബോറോസിൽ കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ബോറോസിലിൻ്റെ ഓവൺ വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ കേക്ക് ഉണ്ടാക്കി നോക്കി, അതുപോലെ തന്നെ റോട്ടിസറി ചിക്കൻ, പിന്നെ നമുക്ക് ബണ്ണ് എല്ലാം തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോറോസിലും മോർഫി റിച്ചാർഡും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയൊരു ക്വാളിറ്റിയിൽ ഡിഫറൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ കേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലരൊക്കെ പറയാണ്ട് നന്നായിട്ട് ബേക്ക് ആവാറുണ്ട്. അതുപോലെ ഫങ്ഷൻസും കാര്യങ്ങളും എനിക്ക് നല്ല ഈസി ആയിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബോറോസിലിൻ്റെ. അതുപോലെ കുറച്ച് റേറ്റും കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത് മോർഫി റിച്ചാർഡിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓവണിലും സാധാരണ എല്ലാ OTGയിൽ വരുന്നത് പോലെ തന്നെ 3 ട്രേ ആണ് വരുന്നത്. ഫസ്റ്റിൽ വരുന്ന ഈ ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുക്കീസ്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഫിഷൊക്കെ ചെയ്യുമല്ലോ, അത് ഫിഷൊക്കെ വെച്ചിട്ട് ചെയ്യാനാണ് ആ ഒരു ട്രേ. പിന്നെ വരുന്നത് ഈ ഒരു ഗ്രിൽ റാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ തിക്ക, അതുപോലെ തന്തൂരി, പിന്നെ നമ്മൾ കേക്കിൻ്റെ ഓവണിൽ കേക്ക് വെക്കുമ്പോൾ കേക്ക് ടിന്നൊക്കെ ഈ ഒരു ഗ്രിൽ റാക്കിൽ വെച്ചിട്ടാണ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഡിപ്പ് ട്രേ, അതുപോലെ ക്രം ട്രേ എന്നൊക്കെ പറയുന്ന ഈ ഒരു ട്രേ ആണ്. അപ്പോൾ ഈ ട്രേ നമ്മുടെ അടിയിലത്തെ ആ കോയിലിൻ്റെ അടിവശത്തായിട്ടാണ് വെക്കുക. അതുപോലെ അത്യാവശ്യം നമുക്കിതിൽ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാനായിട്ടും സെൻറ്ററിൽ വെച്ചിട്ടും ചെയ്യാം. പിന്നെ നമുക്ക് തന്തൂരി നമ്മൾ റോട്ടിസറി ചിക്കൻ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ചിക്കനൊക്കെ ഉള്ള ഓയിലൊക്കെ താഴ്ത്ത് വീണ് നമ്മുടെ ഓവണ് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഹാൻഡിലാണ് വരുന്നത്. ഈ ഒരു ഹാൻഡിൽ എന്തിനെന്ന് വെച്ചാൽ ഇതിന് 2 ഹുക്കുണ്ട്, കണ്ടില്ലേ, ഒരു കുഞ്ഞു ഹുക്കും അതുപോലെ തന്നെ ഈ ഒരു വലിയ ഹുക്കും വരുന്നുണ്ട്. ആ ഒരു ചെറിയ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഗ്രിൽ റാക്ക് ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ, ഇത് നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുക, അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഈ ഒരു കുഞ്ഞു ഹുക്കിൽ പിടിച്ചിട്ട് നമുക്ക് നല്ല ഗ്രിപ്പോട് കൂടി തന്നെ ഇതിങ്ങോട്ടേക്ക് വലിച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത് വരുന്നത് കുറച്ചൊരു വലിയൊരു ഹുക്കാണ്. ആ ഒരു ഹുക്ക് കൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് ട്രേ ഇതുപോലെ ഇങ്ങ് റിമൂവ് ചെയ്തെടുക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് സാധാരണ ഓവണിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് OTGയിൽ മെയിനായിട്ട് ഈ 2 കോയിൽസ് ഉണ്ടാവും, മുകളിലും അതുപോലെ തന്നെ താഴെ വരുന്ന ഈ ഒരു ഗ്രില്ല് ചൂടാകുമ്പോഴാണ് OTGയിൽ ടെമ്പറേച്ചർ വരുന്നത്. അതുപോലെ തന്നെ ആ സൈഡിൽ അങ്ങേ അറ്റക്ക് വരുന്ന ഒരു ബൾബ് കൂടി ഉണ്ടാകും. നമ്മളത് പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഓണാക്കിയാൽ തന്നെ ബൾബ് കത്തിക്കോളും. പിന്നെ ഈ ഒരു ഫാൻ ഉണ്ട് സൈഡിൽ. അപ്പോൾ അത്യാവശ്യം കപ്പാസിറ്റി കൂടുതലുള്ള 42 ഒക്കെ വരുമ്പോൾ നമുക്ക് ഫാൻ വരും, കാരണം ടെമ്പറേച്ചർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റോട്ടിസറി ചിക്കൻ ഉണ്ടല്ലോ, ഫുള്ളായിട്ട് ഒരു ചിക്കനെ ഇത് കറക്കിയെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഫങ്ഷനും റോട്ടിസറി മോഡലിൽ ചെയ്യുമ്പോൾ അത് കറങ്ങിക്കോളും. അപ്പോൾ നമുക്കൊരു ഫുൾ ചിക്കനൊക്കെ ചെയ്യാം. പിന്നെ ചിക്കന് ഇതിലേക്ക് കയറ്റുമ്പോഴും ഇതിൽ നിന്ന് എടുക്കുമ്പോഴും വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാൻഡിൽ വരുന്നത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 ഇതുപോലുള്ള ഹുക്ക് കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രൂ നന്നായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ട് വേണം ചിക്കന് നമ്മൾ ഇതിൽ വെച്ചിട്ട് റോട്ടിസറി മോഡലിൽ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ സ്ക്രൂ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ സ്ക്രൂ ചിക്കനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കനിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഓവൺ, അതുപോലെ തന്നെ സാധാരണ മൈക്രോവേവ് ഓവൺ ഉണ്ടല്ലോ, അതിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോയെന്ന്.
അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങൾ ഓവൺ വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ OTG ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ല നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേക്കും അതുപോലെ അത്യാവശ്യം ഫുഡൊക്കെ ചൂടായി കഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കൺവെൻഷൻ ഓവണാണ് വാങ്ങിക്കേണ്ടത്. അല്ല നിങ്ങൾ ബിസിനസ് പർപ്പസ്, അതായത് നിങ്ങൾക്ക് കേക്ക് സെയിൽ ചെയ്യണം, അതുപോലെ കേക്കും നിങ്ങൾക്ക് സാധാരണ പിസ്സ, കേക്ക് അതുപോലുള്ളതൊക്കെയാണ് മെയിനായിട്ട്, ബ്രെഡ് ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾക്ക് താല്പര്യങ്ങൾ, നിങ്ങൾ തീർച്ചയായിട്ടും OTG ആണ് വാങ്ങേണ്ടത്. OTG എന്ന് പറഞ്ഞാൽ ഓവൺ, ടോസ്റ്റർ, ഗ്രില്ലർ, അതാണ് ഈ ഒരു OTGൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വാങ്ങുക. പിന്നെ നിങ്ങൾ ഒരുപാട് ഓർഡറൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 60 to 64 ലിറ്ററൊക്കെ ഉള്ള ഓവൺ OTG വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതിൽ എല്ലാതരം മെത്തേഡും ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിൽ ഞാൻ റോട്ടിസറി മോഡിൽ ചിക്കൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഓവണിൽ ഞാൻ എങ്ങനെ ചെയ്തെടുത്തതെന്നൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ചിക്കൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു 230 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് 230ൽ തന്നെയാണ് ടെമ്പറേച്ചർ വേണ്ടത്. ഫങ്ഷന് ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ 6ാമത്തെ ഫങ്ഷൻ ഉണ്ട്. മുകളിലും താഴെയും കോയിലും അതുപോലെ ഫാനും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 60 മിനിറ്റാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ 60 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, സെൻറ്ററിൽ അല്ല നിങ്ങൾ ചിക്കന് ഒരു സൈഡിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കറങ്ങുന്ന സമയത്ത് ചിക്കന് കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ചിക്കൻ്റെ ലെഗ് കെട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കൈയും കാലും കെട്ടിയിട്ടാലാണ് അല്ലെങ്കിൽ താഴത്ത് വന്ന് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഫോയിൽ പേപ്പർ ആ ഒരു ഡിപ്പ് ട്രേയിൽ നമ്മൾ നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കുറച്ച് സമയം കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ചിക്കൻ ആയിരുന്നു. അപ്പോൾ 1 അവർ കൊണ്ട് നന്നായിട്ട് കുക്കായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അവിടെ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു മോഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ദിൽകുഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിൽകുഷിന് വേണ്ടിയിട്ട് ഞാൻ 180ൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന സെയിം മോഡിലാണ്. ആ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, താഴത്ത് മുകളിലും കോയിലും അതുപോലെ തന്നെ ഫാനും വരുന്ന സെക്കൻഡ് ഓപ്ഷനും. പിന്നെ ഞാൻ 180ൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 180ൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം
40 മിനിറ്റ് 45 മിനിറ്റിൻ്റെ അടുത്തെത്തി ഇതൊന്ന് ബേക്കായി വരാനായിട്ട്. അതുപോലെ ഈ ഒരു ഗ്രിൽ റാക്കിലാണ് വെച്ച് കൊടുത്തത്. നമ്മുടെ താഴത്തെ കോലിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു സ്പേസിലാണ് വെച്ചത്. അപ്പം നമ്മുടെ ദിൽക്കുഷും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് കേക്കാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കും അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ 2 പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ഇഞ്ചിൻ്റെ 2 പാനും 6 ഇഞ്ചിൻ്റെ 2 പാനും വരെ ഈ ഒരു ഓവനിൽ ഒന്നിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 പാനിലും നമ്മുടെ ഒന്നിൽ വാനില സ്പോഞ്ചും അതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ചും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സെൻറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കത്തി വെച്ചിട്ട്. അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടും അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ടൈമിംഗ് എന്ന് വെച്ചാൽ ഞാനിവിടെ 180-ൽ 35 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ മോർഫി റീച്ചാറിനേക്കാളും എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ OTG വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ്. പക്ഷേ ഞാൻ പറയുന്നു ബോറോസിൽ വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് മോർഫി റീച്ചാർഡ് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നില്ല, ഓൺലൈനിൽ അവർ ഡെലിവറി ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നിങ്ങളൊന്ന് കോൾ ചെയ്ത് പറഞ്ഞാൽ മതി, അവർ നിങ്ങളെ വീട്ടിലെത്തിച്ചോളും ഓവണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലിറ്റേഴ്സിൻ്റെയാണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ 42 ലിറ്റർ ആയതുകൊണ്ടാണ് എൻ്റെതിന് 8,500 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ലിറ്റർ കുറഞ്ഞ കപ്പാസിറ്റിയാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റിന് കിട്ടും. അപ്പോൾ എല്ലാവരും അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് കേക്ക് സെയിൽ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ അത് നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെലിവറി ചാർജിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ നിങ്ങളെ വീട്ടിലെത്തിക്കും. ഇനി OTGനെ സംബന്ധിച്ച് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്